ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ക്യാരി ബാഗ് എങ്ങനെ തയ്ക്കാൻ നോക്കാം. ക്യാരി ബാഗ് തയ്ക്കണത് നമ്മുടെ പഴയ തുണിയിൽ നിന്നാണ് കേട്ടോ. ഒരു ഷർട്ടിൻ്റെ ഒരു പിൻഭാഗം എന്ന് വെച്ചാൽ അവിടെ നല്ല വീതി ഉണ്ടാവും. അപ്പോൾ ആ ഭാഗമാണ് കേട്ടോ. ഷർട്ടുകളൊക്കെ കുറച്ച് പഴയതൊക്കെ ആകുമ്പോൾ നമ്മൾ വെറുതെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ തയ്ച്ച് നോക്കി നോക്ക്, നമുക്ക് പുതിയതായിട്ട് കൊണ്ട് നടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കവർ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് ദിവസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് ഒരു അളവ് അറിയണമെങ്കിൽ നമ്മൾ അരയിഞ്ച് അടിയിൽ നിന്ന് വെട്ടിക്കളയണം, അരയിഞ്ച് മുകളിൽ നിന്ന് വെട്ടിക്കളയണം. എന്നിട്ടൊരു ഏത് തുണിയിലാണ് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടൊരു സൂചി കുത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് സൂചി ചുറ്റും കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അവിടേക്ക്. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കൂട്ടോ. പിന്നെ ചുരിദാർ, സാരി, ബ്ലൗസ് പോലെയല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വ്യത്യാസമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചുരിദാറൊക്കെ വ്യത്യാസമായി നമുക്ക് ഇടാൻ തന്നെ വലിയ ഷേപ്പ് അടിച്ചിട്ട് തന്നെ ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ മിക്കതും തയ്ച്ചിട്ടു കേട്ടോ. പുറത്ത് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ബാഗിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു കവർ ഉണ്ടാവും. എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ ഞാൻ ആ കവർ എടുത്തിട്ട് മേടിക്കും. അല്ലെങ്കിൽ പുറത്തുനിന്നൊരു കവർ കാണാൻ ഭംഗി ഉണ്ടാവില്ല, അത് നല്ല പൈസ ആയിരിക്കും. 20-30 രൂപയുടെ കവറുകൾ കാണാം, വളരെ മോശം കവറുകളാണ്. തയ്ച്ചത് പോലും ഭംഗി ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ടൊക്കെ തയ്ക്കാട്ടോ. അതുപോലെ സിംഗിൾ മെഷീൻ ഉള്ളവരും തയ്ക്കുക, ഡബിൾ മെഷീൻ ഉള്ളവർക്ക് പിന്നെ തയ്പ്പ് ഉണ്ടാവും എന്തായാലും. ഇതൊക്കെ വെട്ടിയെടുക്കാം, എന്നിട്ട് തയ്ക്കാം. ഇനി എല്ലാ ഭാഗം വെട്ടിയെടുത്തിട്ട് തയ്ക്കട്ടെ. അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കഴുത്തിൻ്റെ ഭാഗം തയ്ക്കണം. ആ കൈക്കുഴിയുടെ പോലെ വെട്ടിയിട്ടുണ്ടല്ലോ, ആ ഭാഗം ഒരു മടക്കട അടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി അടിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എളുപ്പപ്പണിക്ക് ഞാൻ വേറൊരു കാര്യം പറയാം. 4 പീസ് എടുക്കാം. ഇതേ രൂപത്തിൽ 4 പീസ് എടുത്തിട്ട് നല്ല ഭാഗത്തിട്ട് അടിച്ചിട്ട് പൊട്ടപ്പുറത്തേക്ക് മറക്കാം കേട്ടോ. അപ്പം നല്ല ഉറപ്പുള്ള കവർ കിട്ടും. അതുപോലെ തലണ കവർ, ബെഡിൻ്റെ കവറൊക്കെ നമുക്ക് തയ്ക്കാവുന്നുള്ളൂ കേട്ടോ. പുറത്തുനിന്നൊക്കെ ബെഡ് കവറിന് 800 രൂപയ്ക്കാണ് ഒരു കവറിന്. പക്ഷെ അത് 2-3 പ്രാവശ്യം കഴുകുമ്പോഴേക്കും അത് കേടാവും. കാണുമ്പോൾ നല്ല ഉറപ്പ് പോലെ നമുക്ക് തോന്നും. വീട്ടിൽ കൊണ്ടൊന്ന് 2-3 പ്രാവശ്യം കഴുകുമ്പോഴേക്കും ഒരു പഴയ പോലെ കൂട്ടത്. നമ്മൾ പഴയ സാരി ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കവർ അടിച്ച് നോക്കുക, എത്ര നാളാണ് നിൽക്കാന്നറിയും. മെഷീൻ ഉണ്ടെങ്കിൽ കുറേ ഉപകാരങ്ങൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ. പുറത്തേക്ക് ഒന്ന് കൊടുത്ത് നോക്കുക, 50 രൂപ 40 രൂപയിലാണ്ട് അവരൊന്നും ചെയ്തു തരില്ല. അപ്പോൾ ഇതിൻ്റെ കൈ അടിക്കുക, കഴുത്തിൻ്റെ ഭാഗം അടിക്കുക, 2 അടിച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അടിക്കുക. എന്താണ് 2 കൂടി കൂട്ടിയിട്ട് സൈഡ് ഭാഗമാണ് കേട്ടോ ആദ്യം അടിക്കും ഞാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ അടിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മെഷീനുള്ളവർക്ക് മാത്രമാണ് കേട്ടോ, അല്ലാത്തവർക്ക് ഇപ്പോൾ അത് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ മിക്ക ആൾക്കാരെ അറിയട്ടോ, സിംഗിൾ മെഷീനുള്ളവരൊക്കെ അത് ഉപയോഗിക്കാണ്ട് കിടന്ന് തുരുമ്പ് പിടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതാണ് പറയണത്. നമ്മൾ അതിൽ ഓയിൽ കൊടുത്തിടുക, എന്നിട്ട് അത് 2 ദിവസം അടുപ്പിച്ച് ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ, ലൂസായിട്ട് കിട്ടും. നമ്മൾ പരമാവധി ഒന്നിനും പുറത്തുകൊണ്ട് തയ്ക്കാതിരിക്കുക. അപ്പം തയ്ച്ചിട്ട് ഇനി സൈഡ് തയ്ക്കാം കേട്ടോ. ഇപ്പം കണ്ട കഴുത്തൊക്കെ ഡബിളാക്കിയിട്ട് തയ്ക്കാട്ടോ. ലൈനിങ് ഇട്ട പോലെ നമ്മൾ ചുരിദാറിന് ലൈനിങ് ഇടുമല്ലോ, അതുപോലെ ഇതിൽ വേറെ തുണി വെച്ച് തയ്ച്ചിട്ട് പൊട്ടപ്പുറത്തേക്ക് മറക്കണമെങ്കിലും നല്ല കവർ കിട്ടും കേട്ടോ. നമുക്ക് ഇതായിട്ടുണ്ട്. 2 കവർ വയ്ക്കാം. 2 അപ്പം അതിൻ്റെ നല്ല പുറം ഇതിൻ്റെ നല്ല പുറം കൂടി ഉള്ളിലാണ് കേട്ടോ കിടക്കുന്നത്. ഇനി പൊട്ട പുറം ഉണ്ടല്ലോ, പൊട്ട ഭാഗം അവിടെ അടിക്കാം, സൈഡ് അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. അടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടായിരിക്കും കേട്ടോ. പിന്നെ പുള്ളി തുണികളൊക്കെ ഉണ്ടല്ലോ, ഡിസൈനുള്ള തുണികളൊക്കെ അടിച്ചാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളർ തുണി എടുത്തത്. സാരി കൊണ്ട് അടിക്കാം. നമ്മൾ പഴയ വേണ്ടാത്ത സാരികളൊക്കെ എടുക്കണ്ട, അതിൽ കഞ്ഞിവെള്ളം മുക്കിയൊന്ന് ഉണക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നൊക്കെ അടിച്ചെടുക്കാം കേട്ടോ. ഈ സൈഡൊക്കെ അടിച്ചെടുക്കാം. എപ്പോഴും 2 അടിപ്പ് അടിക്കാം, അല്ലെങ്കിൽ അത് വിട്ടുപോരും.
2 ഭാഗം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടിക്കണതാണ് നമ്മൾ പിടിക്കണ ഭാഗമുണ്ടല്ലോ അവിടെ. പിന്നെ ചവിട്ടികൾ അടിക്കാം. ചവിട്ടി ഉണ്ടല്ലോ അടുക്കളയുടെ ഭാഗത്തേക്കൊക്കെ ഇടാൻ പറ്റിയ ചവിട്ടികൾ നമുക്ക് മെഷീനുമൊക്കെ വെച്ച് അടിക്കാവുന്ന കാര്യങ്ങളുണ്ടോ. ജീൻസിൻ്റെ പഴയ ജീൻസ് ഫാൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ ഉപയോഗിക്കാത്ത ജീൻസൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടിയെടുത്തിട്ട് അതടിക്കാം. നല്ല ചവിട്ടിയായിട്ട് കിട്ടും. ഇപ്പം ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് അടിക്കണത്. ഇതുപോലെ മടക്കി വയ്ക്കണം. അപ്പോൾ എപ്പോഴും കുക്കിംഗായിട്ട് വന്നാൽ ശരിയാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ടൈപ്പായിട്ട് വന്നത് കേട്ടോ. പാചകത്തിനോടാണ് കേട്ടോ ഇഷ്ടം. കേട്ടോ അടിപൊളി കവറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഷോളറിൻ്റെ നമ്മൾ ഈ കൈ ഉണ്ടല്ലോ, കൈക്കുഴി പോലെ അടിച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് അടിക്കാം കേട്ടോ. അപ്പോഴാണ് ആ വീതി കുറഞ്ഞു കിട്ടുള്ളൂ. നല്ല ഭംഗി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. വളരെ എളുപ്പമാണ് അടിക്കാനായിട്ട്. അതുപോലെ സഞ്ചി അടിക്കാം കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് മേടിക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിക്കാണ്ട് അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.